ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻഡോർ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അതായത് തായ്ലൻഡിലുള്ള ഒരു ഏറ്റവും വലിയ അക്വേറിയം, തായ്ലൻഡിൽ ബാങ്കോക്കിലുള്ള ഏറ്റവും വലിയൊരു അക്വേറിയം. നമ്മളിപ്പോൾ ബാങ്കോക്കിൽ പോയപ്പോൾ കുട്ടികൾക്ക് അവിടെ പോകണമെന്നാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പോയത് തായ്ലൻഡ് അക്വേറിയത്തിലാണ് കേട്ടോ. അപ്പോൾ അക്വേറിയത്തിലെ കാഴ്ചകൾ കാണാം. അക്വേറിയം ഭയങ്കര വലിയ അക്വേറിയമാണ്, കണ്ടാൽ തീരില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പൊ കാണുന്നത് ഒരു തവളയാണ് കേട്ടോ. ഈ തവള ഭയങ്കര വിഷമുള്ള തവളയാണ്. ഇത് കാട്ടിൽ മാത്രമുള്ളതാണ്, തായ്ലൻഡിലെ കാടുകളിൽ കാണുന്ന ഒരു തവളയാണ്. ഇതവർ വലിയ കണ്ണാടി കൂട്ടിനകത്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അത് പുറത്തൊന്നും ഇറങ്ങുക അങ്ങനെയൊന്നുമില്ല. പിന്നെ അതിനകത്ത് ഉള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ അക്വേറിയത്തിനകത്ത് ലൈറ്റ് വളരെ കുറവാണ് കേട്ടോ. അവർ ലൈറ്റുകൾ ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലും കുറച്ച് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വളരെ കുറവായത് കാരണം ചിലത് അത് കാണിക്കുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. പല പല മത്സ്യങ്ങളും, പല സ്നേക്സ്, അതുപോലെ തന്നെ തവളകൾ, വിഷജന്തുക്കൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളും അതിനകത്തുണ്ട്. നമ്മൾ ഇന്ന് വരെ കാണാത്ത പല രീതിയിലുള്ള മീനുകളൊക്കെ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ അടിപൊളി അക്വേറിയം ആണ് കേട്ടോ. അടിപൊളി അക്വേറിയം എന്ന് പറഞ്ഞാൽ അടിപൊളി അക്വേറിയം കണ്ടിരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇവിടെയൊക്കെ പല അക്വേറിയങ്ങളും കണ്ടു. ആ അക്വേറിയത്തിലൊന്നും ഒന്നുമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. നമ്മൾ അതിനകത്തേക്ക് പോയി കഴിഞ്ഞാലേ അവിടുത്തെ അതിൻ്റെ രീതികൾ മനസ്സിലാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ താഴത്തൂടി നടന്നു പോകുമ്പോഴത്തേക്കും മേളിലാണ് ഇങ്ങനെ ഫിഷുകളൊക്കെ ഓടുന്നത്. ആ സീനാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ക്യാമറ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും തലതിരിഞ്ഞ് കണക്ക് കാണുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേളിലുള്ള ഭാഗത്തായതുകൊണ്ട് എടുത്താലും ശരിയാവുന്നില്ല. എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾ വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. കണ്ടില്ലേ, ഒരു തെരച്ചി, സൂപ്പർ തെരച്ചിയാണ്. തെരച്ചി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇത്രയും അടുത്തൊന്നും നമ്മൾ കണ്ടില്ല. നോക്കിയാൽ ഇതെല്ലാം തലയ്ക്ക് മേളിലാണ് ഇങ്ങനെ കാണുന്നത്. അതുപോലെ ടൂണ ഫിഷൊക്കെ കണ്ട് നമ്മൾ മടുത്ത്. ഇവിടെ സ്റ്റാർ ഫിഷ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റാർ ഫിഷിനെ നമുക്ക് തൊട്ട് നോക്കാം. അതിൻ്റെ പുറത്തിങ്ങനെ കൈ കൊണ്ട് തടവാം. അവിടെ ഇപ്പോൾ ഒരു ലേഡി നിന്ന് നമുക്ക് പറഞ്ഞു തരാണ് ഇതിനിങ്ങനെ വളരെ സോഫ്റ്റായിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ തടവി നോക്കാനായിട്ട്. പക്ഷെ നമ്മൾ തടവിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും സ്റ്റാർ ഫിഷിലൊരു ചെറിയൊരു ഗ്രിപ്പ് പോലെ കാണുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ അവർ പറയുന്നത് ആ ഒരു ഫീലിംഗ് ആണ് വലിയ ഫീലിംഗ് എന്ന് പറയുന്നത്. ഇതിനെന്തോ പ്രത്യേകതയുണ്ട് ഈ സ്റ്റാർ ഫിഷിൽ തൊടുക, പിടിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സ്റ്റാർ ഫിഷ് ഒന്നും നമ്മൾ അടുത്ത് കണ്ടിട്ടില്ല. പിന്നെ വേറെ ചില ഈ ഷെൽസൊക്കെ നമ്മൾ കടലിൽ പോകുമ്പോഴത്തേക്ക് അവിടെ എവിടെയൊക്കെ പൊട്ടി കിടക്കുന്ന കാണാം. പക്ഷെ അതിൻ്റെ ആ ജീവനോടുകൂടി നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും അത്രയും ഷെൽസൊക്കെ പറക്കി അവർ അത്രയും സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനകത്ത് കയറുന്നതിന് നല്ല പൈസയുണ്ട് കേട്ടോ. അറൗണ്ട് സൗദി റിയാൽ 100 എത്രയോ റിയാലാണ് ഒരാളിനകത്ത് കയറുന്നത്. അതായത് 1500 ബാത്തുണ്ട് ഒരാളിന് അക്വേറിയം കാണുന്നത്. അറൗണ്ട് 3 hours മേളിലെടുക്കും. പിന്നെ അതിനകത്തൊരു ഷാർക്കുകളൊക്കെ കാണാനുള്ള ഒരു ബോട്ടിംഗ് ഉണ്ട്. ഈ ഷാർക്കുകളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ബോട്ടിൽ കയറ്റി അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. ഞാൻ നിങ്ങളത് നേരത്തെ പറഞ്ഞല്ലോ, ലൈറ്റ്സ് വളരെ കുറവാണ്. ലൈറ്റ്സ് കുറവെന്നല്ല, അതൊരു ക്രമീകരിച്ചിരിക്കുന്ന ആ ഷേപ്പിലാണ്. ഇതിനകത്ത് ചെറിയ ഷാർക്കുകളും ഉണ്ട്, അതുപോലെ തന്നെ ടൂണ ഫിഷും ഉണ്ട് കേട്ടോ. ടൂണ ഫിഷ് ആവശ്യമില്ല. ടൂണ ഫിഷ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ടൂണ ഫിഷുകൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേരറിയാൻ പറ്റാത്ത പല രീതിയിലുള്ള വലിയ വലിയ ഫിഷുകൾ ഈ ടാങ്കിനകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ടാങ്കിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ഇങ്ങനെ നോക്കണം. അതേ നോക്കിയേ, കണ്ടില്ലേ, സൂപ്പർ ഷാർക്കുകളൊക്കെ പോവാണ്. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളും ഉണ്ട്. അതായത് ഇതിനെയൊക്കെ ഈ ഷാർക്കുകളൊക്കെ ഈ ചെറിയ മത്സ്യങ്ങളെയാണല്ലോ കഴിക്കുന്നത്. അവിടെ തലയ്ക്ക് മേളിലാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഒരു കൂട്ടം ഫിഷുകൾ ഇങ്ങനെ ഒരുമിച്ച് വരുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അത്ഭുതത്തോടുകൂടി നോക്കി. ഇപ്പം സത്യത്തിൽ നമ്മൾ കടലിനുള്ളിലേക്ക് ഊളിയിട്ടാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണോ അതാണ് ഇവിടെ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ തലയുടെ മേളിലാണ് ഈ കാണുന്നത്. ഇത് മൊത്തം വീഡിയോ എടുത്ത് കാണിക്കാന്ന് പറഞ്ഞാൽ മണിക്കൂർ കണക്കിന് കാണാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 3.5 മണിക്കൂർ വിസിറ്റിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വീഡിയോയും ഉണ്ട്. സിനിമാ തിയേറ്ററിൽ ഒരു വീഡിയോ നമ്മളെ കാണിക്കും. ആ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ അത് കുട്ടികൾക്കുള്ളതാണ്. ഇതിനകത്ത് നോക്കിയ ഒരു പ്രതിമയൊക്കെ അതിനകത്ത് വെച്ചിരിക്കുകയാണ്. ഒരു സ്റ്റാച്ചുവിൻ്റെ തല മാത്രം കണ്ടില്ലേ. ഒത്തിരി കുറേ സ്റ്റാച്യൂസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നടന്ന് ഇങ്ങനെ പോകണം. നോക്കിയ കൂട്ടമായിട്ട് ടൂണ ഫിഷും അതുപോലെ തന്നെ പാരയും മറ്റുമൊക്കെ പോകണമൊക്കെയാണ്.
ആയിരക്കണക്കിന് ഫിഷ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, നമ്മുടെ തലയ്ക്ക് മേളിലാണ് ഈ കാണുന്നത് മൊത്തം. നമ്മൾ കടലിനുള്ളിൽ ഊളിയിട്ട മാതിരി ഉണ്ടാവും. കണ്ടില്ലേ ഷാർക്കൊക്കെ കണ്ട പോകുന്ന പൂക്ക് നോക്കിയേ. ഷാർക്കൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വാ തുറന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് തോന്നും നമ്മളെ കടിക്കാൻ പോവാന്ന്. ആ രീതിക്കാണ് ഗ്ലാസ്സിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിനകത്തുള്ള പ്രഷർ എന്തുമാത്രം കാണുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇതിങ്ങനെ പൊട്ടുകയാനും ചെയ്തു കഴിഞ്ഞാൽ മലവെള്ളം പൊട്ടി കണക്ക് ഇതെല്ലാം കൂടി പുറത്തേക്ക് വരും. അപ്പോൾ അത്രയ്ക്ക് പ്രഷറിലാണ് ഈ ടാങ്ക് ചെയ്തിരിക്കുന്നത് തന്നെ. അതിനകത്ത് അവർ ആ ഒരു നാച്ചുറൽ കടലിനകത്തുള്ള സീൻസ് എല്ലാം അതിലെന്നുണ്ടെങ്കിൽ തിങ്സും അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫിഷുകൾക്ക് അതിനുള്ള ആവാസ വ്യവസ്ഥ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഓക്കെ, ഇതുമാത്രം ഫിഷ് താഴെ മുതൽ നമ്മുടെ പാദം മുതൽ തലയുടെ മേളിലോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. സൂപ്പർ ഷാർക്കുകൾ. ഇനിയിപ്പോൾ നമ്മൾ അപ്പുറ സൈഡിൽ പോയിട്ട് ഈ വലിയ ഷാർക്കിൻ്റെ അവിടെ നമുക്കൊരു ബോട്ടിംഗ് ഉണ്ട്. അവിടെ നമ്മുടെ ടൈം ഒരു മണിക്കൂർ കഴിഞ്ഞാണ്. ഇതിൻ്റെ എൻഡിൽ മാത്രമാണ് നമുക്ക് അവിടേക്ക് പ്രവേശനമുള്ളത്. അത് നമ്മളെ കാണാം. നമ്മൾ നോക്കിയാൽ വളരെ നമ്മൾ സേഫ്റ്റി തിങ്സൊക്കെ ശരീരത്തിൽ ഇട്ടിട്ട് വേണം അവിടേക്ക് പോകാൻ, അല്ലാതെ പോകാൻ സമ്മതിക്കില്ല അവർ. നോക്കൂ, കണ്ടോ തെരച്ചി പോണത് നോക്കിയേ. തെരച്ചി വലിയ തെരച്ചിയാണ്. എനിക്ക് തെരച്ചി അറിയാം, ടൂടയും അറിയാം, പാരമീനും അറിയാം, പിന്നെ ഷാർക്കും അറിയാം. പിന്നെ ഉള്ളതൊന്നും നമുക്കറിയില്ല. എന്തൊക്കെ ഒത്തിരി മീനുകളുണ്ട്, ഒത്തിരി വലിയ മീനുകൾ ഉണ്ട്. അതിൻ്റെ ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ഈ കാണുന്നതെല്ലാം അക്വേറിയമാണ്. അക്വേറിയം കുറേ ഉണ്ട്, നല്ല വിശാലമായ അക്വേറിയമാണ് കേട്ടോ. പക്ഷെ കുട്ടികൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ലൈറ്റ് വളരെ കുറവാണ്. അതായത് കടലിനടിയാണല്ലോ ഈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മേളിൽ നിന്ന് ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുന്ന പോലെ ലൈറ്റ് താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ താഴെ നമ്മൾ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്ത് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഉള്ളത് വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരും കാണിക്കണം. ആവശ്യം നോക്കി ഫിഷ് കൊണ്ടൊരു കളി തന്നെയാണ്. ഈ നമ്മുടെ മേളിൽ കണ്ടതാണ് ബോട്ടിങ് കേട്ടോ. ഈ ടാങ്കിനകത്ത് നമുക്ക് ബോട്ടിംഗ് ഉണ്ട്. അതിനിപ്പം നമ്മൾ കാണിക്കാം. നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർ ബോട്ടിങ് നടത്തിയാണ് നമ്മുടെ മേളിൽ കൂടെ ഇങ്ങനെ ബോട്ട് പോയത്. ഈ ഷാർക്കുകളെ കാണാൻ വേണ്ടി മേളിൽ നിന്നും കാണാം, താഴെ നിന്ന് നമുക്ക് പോയി നടന്ന് കാണാം. എന്തായാലും നമ്മുടെ അവസരമായി ബോട്ട് ഇങ്ങനെ നടത്താനുള്ള. ഇത് നോക്കിയാൽ നമ്മളൊരു ചെറിയൊരു ബോട്ടിൽ കയറിൽ പിടിച്ച് ഇങ്ങനെ പോകണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഒരു കക്ഷി കൂടെ വരും. അയാൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ഇതിൽ നിന്നും കാണാൻ താഴെ പോയാൽ മീറ്റർ കണക്കിന് താഴേക്കുണ്ട്. അതായത് കടലിന്റെ ആവാസ വ്യവസ്ഥയെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ കടലിന്റെ ആവാസ വ്യവസ്ഥയാണ് കാണിക്കുന്നത്. നോക്കിയേ, താഴെ ആൾക്കാർ നിൽക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പം നമ്മൾ ബോട്ടിലിരിക്കുകയാണ്. ഈ ബോട്ടിലും ഗ്ലാസ് ആണ്. ഈ നമ്മൾ കയറിയിരിക്കുന്ന ബോട്ട് മൊത്തം ഗ്ലാസ് ആണ്. ആ ഗ്ലാസ് നമ്മൾ കയറിൽ പിടിച്ച് വേണം ഈ മൊത്തം അക്വേറിയത്തിനകത്ത് നമുക്ക് പോകാനുള്ളത്. അത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. നോക്കി, ഏറ്റവും താഴെ ആൾക്കാർ നിൽക്കുകയാണ് കടലിനടിയിൽ. ഭയങ്കര ക്രിയേഷനാണിത്. അവിടെ ഇതിനകത്ത് ക്യാമറയും അതും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ആളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. പുള്ളി അവിടെ ഇങ്ങനെ ഒരു കസേര ഇട്ട് അവിടെ സെറ്റായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം കയറാൻ. സ്വിമ്മിങ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മേളിലുള്ള സേഫ്റ്റിയുടെ ഡ്രസ്സുകളൊക്കെ മൊത്തം ഇട്ടിട്ട് വേണം അതിനകത്തേക്ക് കയറാൻ. ആ കിടക്കുന്ന ബോട്ടാണ് നമ്മളെ ഇതിനകത്തേക്ക് കൊണ്ടുപോകട്ടെ. അതുപോലത്തെ വേറൊരു ബോട്ട് അവിടെ കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ബോട്ടിൽ കയറി ഇതിങ്ങനെ പോവാണ്. ഇതിങ്ങനെ ഒരു റൗണ്ട് കറങ്ങി വരും തിരിച്ച് താഴേക്ക്. അത്ര തന്നെ ഉള്ളൂ. പക്ഷേ അടിപൊളി സെറ്റപ്പാണ്. പക്ഷെ മേളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വളരെ വെള്ളം ക്ലിയർ ആയിട്ട് തോന്നും. താഴെ നിന്ന് നോക്കുമ്പോൾ കടലിൻ്റെ ആ ഒരു ആവാസ വ്യവസ്ഥയുണ്ട് കേട്ടോ. നോക്കിയേ, നമ്മൾ നേരത്തെ താഴെ കണ്ട ആ മീനുകളാണ് ഇപ്പം ഇങ്ങനെ മേളിൽ കൂടി പോകുന്നത്. അപ്പം നമ്മൾ മേളിൽ നിന്ന് ഇപ്പം താഴോട്ട് നോക്കുകയാണ്. എല്ലാവർക്കും സേഫ്റ്റി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം ഇതിനകത്തേക്ക് കയറാൻ കേട്ടോ. കണ്ടില്ലേ, നമ്മൾ അവിടെ ഒരു കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിൽ പിടിച്ച് ഇങ്ങനെ പോവാണ്. നോക്കിയേ, താഴെ കൂടി മീനുകൾ ഇങ്ങനെ പോകണം. നോക്കിയാൽ തിരച്ചി പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഷാർക്ക് വളരെ കേട്ടോ, ഒത്തിരി ഷാർക്കുണ്ട്. വലുതും ചെറുതും ഒക്കെയുള്ള ഷാർക്കുകൾ ഉണ്ട്. ഇപ്പം ഇത് മേളിലേക്ക് വരും കേട്ടോ. ഷാർക്കുകൾ ഇങ്ങനെ മേളിലേക്ക് വരും. അപ്പോൾ നമുക്ക് പുള്ളി അതിനെക്കുറിച്ച് വിവരിച്ച് തരാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഷാർക്ക് വരുന്നുണ്ട്. ഉണ്ടല്ലേ, ഈ കയറിലാണ് നമ്മളിങ്ങനെ പിടിച്ച് പോകാനുള്ളത് കേട്ടോ. ഇതിനകത്ത് തുഴയാനോ ബോട്ട് ഓടിക്കാനോ ഒന്നും ഒരു സെറ്റപ്പും ഇല്ല. നമ്മളിങ്ങനെ ഈ കയറിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോകണം. ആവശ്യം പോലെ ഷാർക്കുണ്ട്, കണ്ടല്ലോ. എന്തായാലും ഈ അക്വേറിയത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, സി യു നെക്സ്റ്റ് വീഡിയോ.